വാർത്തകൾ വിശദമായ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ രണ്ടാം ഘട്ട മൊഴി രേഖപ്പെടുത്താനായി TVK അധ്യക്ഷൻ വിജയ് ഡൽഹി CBI ആസ്ഥാനത്തെത്തി. 6.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് വിജയെ വിട്ടയച്ചത്. ഈ മാസം 12-ന് നടന്ന ആദ്യഘട്ട ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് CBI വീണ്ടും വിജയെ വിളിച്ചു വരുത്തുന്നത്. കഴിഞ്ഞ തവണ ഹാജരായപ്പോൾ നൽകിയ ചില മൊഴികളിൽ കൂടുതൽ വ്യക്തത ആവശ്യമാണെന്ന് CBI ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. തുടർന്നാണ് രണ്ടാമതും ഹാജരാകാൻ നോട്ടീസ് നൽകിയത്. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നുണ്ട്. രാജേഷ്, ഇപ്പോൾ കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ രണ്ടാം ഘട്ട മൊഴി രേഖപ്പെടുത്താനാണ് ഇപ്പോൾ വിജയ് എത്തിയിരിക്കുന്നത്. ആദ്യഘട്ട ചോദ്യം ചെയ്യൽ ചില വ്യക്തതകൾ വരുത്താനാണ് വീണ്ടും ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, അല്പസമയം മുമ്പാണ് ഈ TVKയുടെ അധ്യക്ഷനായിട്ടുള്ള വിജയ് ഈ ഡൽഹിയിലെ CBIയുടെ ആസ്ഥാനത്ത് എത്തിയത്. ആദ്യഘട്ട മൊഴി രേഖപ്പെടുത്തിയതിൽ ചില വ്യക്തത വരാനുണ്ടെന്ന് CBI ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. പിന്നാലെയാണ് പൊങ്കലിന് ശേഷം ഈ CBI ഉദ്യോഗസ്ഥർ ഈ വിജയ്ക്കൊരു സമൻസ് നൽകുന്നതും അതിൽ ഇന്ന് 11 മണിയോടെ ഹാജരാകണമെന്ന സമൻസ് ലഭിക്കുന്നതും. തുടർന്നാണ് രണ്ടാം ഘട്ട മൊഴി രേഖപ്പെടുത്താനായി വിജയ് അല്പസമയം മുമ്പ് ഡൽഹിയിലെ CBIയുടെ ആസ്ഥാനത്ത് എത്തിയിരുന്നത്. ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് 90 ചോദ്യങ്ങളടക്കിയ ബുക്ക്ലൈറ്റ് കഴിഞ്ഞ തവണ CBI വിജയ്ക്ക് നൽകിയിരുന്നു. ഉത്തരങ്ങൾ ഇംഗ്ലീഷ് രേഖപ്പെടുത്താനായി ഒരു സഹായം ലഭ്യമാക്കിയിരുന്നു. അതിന് പിന്നാലെയായിരുന്നു 6 മണിക്കൂറിലധികം നീണ്ട ഒരു മൊഴി രേഖപ്പെടുത്തിയത്. അതിൽ ഒരു വ്യക്തത വരാനുണ്ട്, അല്ലെങ്കിൽ ചോദ്യങ്ങളിൽ ചില ഉത്തരങ്ങൾ ലഭിക്കാനുണ്ട്, ചില അവ്യക്തതകൾ ഇപ്പോഴും തുടരുന്നു. ഇതിന് പിന്നാലെയാണ് വിജയെ വീണ്ടും ഒരു സമൻസ് അയച്ച് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുള്ളത്. ഈ സെപ്റ്റംബറിൽ, അല്ലെങ്കിൽ 2025 സെപ്റ്റംബറിൽ നടന്ന ഈ ദുരന്തത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് കാണിച്ച് വിജയ് തന്നെയാണ് സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകുന്നത്. തുടർന്നാണ് ഈ കേസ് സുപ്രീം കോടതി CBIക്ക് വിടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഈ രണ്ടാം ഘട്ട മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം ആയിരിക്കും CBI ഇനി തുടർ നടപടിയിലേക്ക് കടക്കുക എന്നാണ് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ അല്പസമയം മുമ്പാണ് ഈ വിജയ് ഡൽഹിയിലെ ആസ്ഥാനത്ത് എത്തുന്നതും അതുകൊണ്ട് തന്നെ ഈ ഡൽഹിയിൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാലും ഈ കരൂരിലെ ആൾക്കൂട്ട ദുരന്തവുമായി ബന്ധപ്പെട്ട് ചില വ്യക്തത ഇനിയും വരാനുണ്ട്. അതിനാണ് രണ്ടാം ഘട്ട മൊഴി രേഖപ്പെടുത്താനായി വിജയെ വിളിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ വിജയ് നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി CBI തുടർ നടപടികളിലേക്ക് കടക്കുക എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അരുണിമ, ശരി, വ്യക്തമാണ്. കരൂർ ആൾക്കൂട്ട ദുരന്തത്തിലാണ് രണ്ടാം ഘട്ട മൊഴി രേഖപ്പെടുത്താനായി TVK അധ്യക്ഷനായ വിജയ് ഡൽഹി CBI ആസ്ഥാനത്തെത്തിയിരിക്കുന്നത്. 6.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് വിജയ് വിട്ടയച്ചത്. ഈ മാസം 12-ന് നടന്ന ആദ്യഘട്ട ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് CBI വീണ്ടും വിജയ് വിളിച്ചിരുന്നത്. കഴിഞ്ഞ തവണ ഹാജരായപ്പോൾ നൽകിയ ചില മൊഴികളിൽ കൂടുതൽ വ്യക്തത ആവശ്യമാണെന്നാണ് CBI ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നത്. തുടർന്നാണ് രണ്ടാമതും ഹാജരാകാൻ നോട്ടീസ് നൽകിയത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് രാജേഷ് ശ്രീനിവാസനാണ്.